നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ ബിരുദ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണശേഷവും ഈ ചെറുപ്പക്കാരനെ വേട്ടയാടുകയാണ്. മരണത്തിന്റെ പിറ്റേന്ന് നൽകിയ വ്യാജ പരാതി ആരുടെ ഗൂഢാലോചനയാണ്? പ്രതികളെ സംരക്ഷിക്കാൻ ഇപ്പോഴും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടെ കേസിൽ 3 പേർ കൂടി പിടിയിലായി. കൊല്ലം സ്വദേശികളായ അൽത്താഫ്, കാശിനാഥൻ, സാൻജോ ജോൺസൺ എന്നിവരാണ് ഒടുവിൽ പോലീസിന്റെ പിടിയിലായത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിൻസ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ജിൻസ്, ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. പ്രതികളെ സംരക്ഷിക്കാനുള്ള ഇടപെടലുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു വിവരങ്ങൾ, അതായത് സിദ്ധാർത്ഥിന് ഒരു കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. സിദ്ധാർത്ഥിനെതിരായിട്ടുള്ള പുതിയ വ്യാജ പരാതികൾ സൃഷ്ടിക്കുന്നു. അതായത് കൃത്യമായും ഒരു ആൾക്കൂട്ട വിചാരണ, ആ ആൾക്കൂട്ട വിചാരണ നടത്തിയത് സിദ്ധാർത്ഥ് ഒരു പെൺകുട്ടിയുമായി ഡാൻസ് അതിൻ്റെ പേരിലാണെന്ന് പറയുന്നു. പിന്നീട് ഒരു പെൺകുട്ടിയെ കൊണ്ട് സിദ്ധാർത്ഥ് മരിച്ചതിൻ്റെ പിറ്റേ ദിവസം പരാതി കൊടുപ്പിക്കുന്നു. കൃത്യമായ തിരക്കഥ ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ കേസിൽ ഒളിവിലായിരുന്ന പ്രതികളെ പോലീസ് ഇപ്പോൾ പിടികൂടുന്നുണ്ട്. ഇനി ഇപ്പോഴും മുഖ്യപ്രതികളിൽ ചിലർ പിടിയിലാകാനുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോഴും അത്തരം ഇടപെടലുകൾ, രാഷ്ട്രീയ ഇടപെടലുകൾ ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ടോ ജിൻസ്? പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി റാഗിനെ തുടർന്ന് സിദ്ധാർത്ഥ് മരണപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി 4 പ്രതികൾ കൂടി മാത്രമാണ് പിടിയാകാനുള്ളത്. ഇന്ന് 3 പേർ കൂടി പിടിയിലായിരുന്നു. പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള കെ അജയ്, കൊല്ലം സ്വദേശികളായിട്ടുള്ള അൽത്താഫ്, അതുപോലെ തന്നെ കാശിനാഥൻ എന്നിവരാണ് പിടിയിലായത്. ഇതിൽ ഒരാൾ കസ്റ്റഡിയിലുമുണ്ട്. എന്തായാലും ഈ 2 ദിവസത്തിനുള്ളിൽ മുഴുവൻ പ്രതികളെയും പിടികൂടുമെന്ന് കഴിഞ്ഞ ദിവസം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചിരുന്നു. ഈ ബാംഗ്ലൂരിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി ഒളിവിൽ കഴിയുകയായിരുന്ന അജയനെ ഇന്ന് ബത്തേരി പോലീസായിരുന്നു, അവിടുത്തെ ബത്തേരി പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ സാഹസ്യമായി പിടികൂടിയത്. ഈ കൊല്ലത്തെ വിവിധ ഇടങ്ങളിൽ നടത്തിയ ഒളിവിലായിരുന്നു ബാക്കിയുള്ള 2 പേരെയും, ഈ അൽതാഫിനെ അടക്കമുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. വയനാട് ജില്ലാ പോലീസ് മേധാവി ടി നാരായണനാണ് പ്രത്യേക അന്വേഷണത്തിന്റെ ചുമതലയുള്ളത്. അതേസമയം തന്നെ കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവന്റെ നേതൃത്വത്തിലാണ് ഈ കേസ് അന്വേഷണത്തിന് ചുമതലയുള്ളത്. അതേസമയം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നും ഈ കോളേജിലെ അധ്യാപകരെയും അതുപോലെ തന്നെ ഡീൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് SFI ഇതര സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് നിലവിൽ ഈ ക്യാമ്പസിൽ കാണാൻ കഴിയുന്നത്. ഇന്ന് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഈ DCCയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. വലിയ രീതിയിലുള്ള സംഘർഷം ഇവിടെ കാണാൻ കഴിയുമായിരുന്നു. പോലീസിനെ മറികടന്നുകൊണ്ട് പ്രവർത്തകർ ക്യാമ്പസിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചിരുന്നു. ഇതിനിടയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായിരുന്നു. അതിനുശേഷം പ്രവർത്തകരും ഈ KSU അടക്കമുള്ള പ്രവർത്തകർ പോലീസിനെ അതിക്രമിച്ച് കയറി ഈ ക്യാമ്പസിൽ കയറുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ബലം പ്രയോഗിച്ചായിരുന്നു ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. എന്തായാലും തുടരെ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യമാണുള്ളത്. സംഘടനകൾ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. ഈ ആരോപണ വിധേയരായിട്ടുള്ള SFI പ്രവർത്തകരെ മാത്രം പ്രതി ചേർത്താൽ പോരാ, ഈ കോളേജ് അധികൃതർ, ഡീൻ ഉൾപ്പെടെയുള്ള കോളേജ് അധികൃതരെയും പ്രതി ചേർക്കണമെന്ന ആവശ്യമാണോ ഇവർ ഉയർത്തുന്നത്? അങ്ങനെ, അതായത് ഈ പ്രതികളെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ ആ രീതിയിൽ ഈ കോളേജ് അധികൃതർക്കെതിരെയും നടപടി വേണ്ടതല്ലേ ജിൻസ്? ജിൻസ്, വലിയ പ്രതിഷേധമാണ് ഇന്നും, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ KSUവും യൂത്ത് കോൺഗ്രസും മറ്റിതര സംഘടനകളൊക്കെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. ഈ ആരോപണ വിധേയരായിട്ടുള്ള SFI പ്രവർത്തകരെ മാത്രം പ്രതി ചേർത്താൽ പോരാ, കോളേജ് അധികൃതരെയും പ്രതി ചേർക്കണമെന്നാണ് ഇവരുടെയൊക്കെ ആവശ്യം. സ്വാഭാവികമായും ഈ പ്രതികളെ സംരക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ ഈ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു, അവരെ മറച്ചു വെച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഈ ഡീൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും കേസ് വേണ്ടതല്ലേ? തീർച്ചയായും കോളേജ് അധികൃതർക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് കേട്ടോ ഈ നിലവിൽ ഉയരുന്നത്. ഈ ക്യാമ്പസിൽ ആൾക്കൂട്ട വിചാരണയും ഈ ക്രൂരമർദ്ദനവും ഇറങ്ങിയിട്ടും പോലീസ് ഇടപെടും വരെ ആഭ്യന്തര അന്വേഷണം നടത്താനോ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യാനോ ഹോസ്റ്റൽ വാർഡിന്റെ ചുമതലയുള്ള ഡീൻ തയ്യാറായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ സംഭവം അറിഞ്ഞില്ല എന്നുള്ള വാദം
കള്ളമാണ് എന്ന് തെളിയിക്കുന്നതാണ് ശരിക്കും നിലവിൽ ഗുരുതരമായി ആരോപിക്കുന്നത്. ഈ മാസം 15-നാണ് ഈ സിദ്ധാർത്ഥൻ ക്യാമ്പസിനകത്ത് ക്രൂരമായ മർദ്ദനത്തിനിരയാകുന്നത്. 18-ാം തീയതി ഹോസ്റ്റൽ ശുചിമുറിയിൽ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തുന്നതുവരെ വിവരം കുടുംബത്തെയോ പോലീസിനെയോ അറിയിക്കാൻ അധികൃതർ തയ്യാറായില്ല. ഈ മരിച്ച ശേഷവും 4 ദിവസം കഴിഞ്ഞായിരുന്നു കോളേജിൽ ആന്റി റാഗിംഗ് കമ്മിറ്റി വിളിച്ചു ചേർക്കാൻ പോലും അധികൃതർ തയ്യാറായത്. അതും ഈ മരണത്തിലെ ദുരൂഹത ചൂണ്ടിക്കാട്ടി പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മാത്രമായിരുന്നു ഇത്തരത്തിൽ ഒരു കമ്മിറ്റി വിളിക്കുകയും ചെയ്തിട്ടുള്ളത്. ക്രൂരമായ മർദ്ദനത്ത് നടന്നിട്ടും ഇത് പതിവാണ് എന്ന മട്ടിലാണ് കോളേജ് അധികൃതരെല്ലാം തന്നെ ഈ സിദ്ധാർത്ഥിന്റെ മരണം മൂടി വെച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ സംഭവം അറിഞ്ഞില്ലെന്ന വിശദീകരണം തേടി സബ് രജിസ്ട്രാർ ഡീൻ നൽകിയ മറുപടിയിൽ പറയുന്നത് പലർക്കും നേരെയും വധഭീഷണി ഉയർന്നിരുന്നു. അവർക്ക് സുരക്ഷ ഒരുക്കാനോ ധൈര്യം പകരാനോ കോളേജ് അധികൃതർ തുനിഞ്ഞില്ല എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ പറയുന്നുണ്ട്. സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളടക്കം ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനും ഈ പ്രതികളെ സംരക്ഷിക്കുന്നതിനുള്ള നിലപാട് പോലീസിനോടൊപ്പം തന്നെ ഈ കോളേജ് അധികൃതരും സ്വീകരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം തന്നെ പോലീസിന്റെ ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ പോലീസ് ഊർജിത നീക്കം തന്നെയാണ് നടക്കുന്നത്. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഈ കോളേജിലെ അധികൃതരെയും ഡീൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കണമെന്നുള്ള ആവശ്യം തന്നെ ശക്തമാവുകയാണ്. ജിൻസ് തുടരുക. ജിൻസ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. SFI മാത്രമല്ല, സർക്കാരും ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്ന, പ്രതിക്കൂട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനിടെ ഗവർണറുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഈ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. VC ഡോക്ടർ MR ശശീന്ദ്രനാഥിനെയാണ് ഗവർണർ സസ്പെൻഡ് ചെയ്തത്. സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്ന് വ്യക്തമാക്കി ഗവർണർ അന്വേഷണത്തിനും ഉത്തരവിട്ടിരിക്കുന്നു. ക്യാമ്പസിൽ SFI PFI കൂട്ടുകെട്ടാണെന്നും ഗവർണർ ആരോപിക്കുന്നുണ്ട്. ഗവർണറുടെ നടപടി സ്വാഗതാർഹമെന്നാണ് സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെ പ്രതികരണം. It was at least after this boy lost his life, it was the duty of the university to report the matter to the chancellor. Even that, they did it. I'm not saying they did not do it. They did it only yesterday. So therefore, we have decided to suspend the vice chancellor of the university and order an inquiry, because this is not merely the case of one student losing life. Every university has one hostel which is being used by SFI, where even university authorities fear to come, and they are using it for illegal activities, for criminal activities, for undesirable activities. Therefore, a big inquiry will be needed in future. But as far as the veterinary university is concerned, we have already decided to suspend the vice chancellor and order an inquiry. ഡീന് ഇത്രയും വലിയ കുറ്റം ചെയ്ത ഡീന്, കുറ്റം ചെയ്തിട്ട് കൂട്ടുനിന്ന ഡീന്, ആ ഡീനെതിരെ അറ്റ്ലീസ്റ്റ് ഒരു ആക്ഷൻ എടുക്കുകയോ കാര്യങ്ങൾ, ആ ഡീനെതിരെ ആക്ഷൻ എടുക്കുകയോ VC ചെയ്യാം. എൻ്റെ വീട്ടിൽ വന്ന് എനിക്കൊരു ഉറപ്പ് പറഞ്ഞിട്ട് പോയതാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം, എന്ത് സഹായത്തിന് ഞാൻ കൂട്ടിനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ആ VCയെ വിശ്വസിച്ചു. VC എല്ലാം ചെയ്യും, എനിക്ക് എല്ലാ സഹായം ചെയ്യും. നമുക്കറിയില്ലല്ലോ ഇവരൊക്കെ സ്വഭാവം എങ്ങനെയാണെന്ന്. ഇപ്പോൾ VCയെ സസ്പെൻഡ് ചെയ്തപ്പോൾ മനസ്സിലായി ഈ വീട്ടിൽ വന്നിട്ട് പോകണ ഇവരുടെയൊക്കെ സ്വഭാവങ്ങൾ എന്താണ്, നമുക്ക് തരുന്ന ഉറപ്പെന്താണ്. ഒരാൾ മാത്രം ഇപ്പോൾ പറഞ്ഞതിന് നല്ല രീതിയിൽ പ്രവർത്തിച്ചു, ഗവർണർ ചാൻസലർ. ഒരാൾ മാത്രമെന്ന് ഞാൻ പറയുന്നില്ല, വന്നവരിൽ ഒരാൾ എന്നേ പറയുന്നുള്ളൂ. ഇപ്പോൾ പലരും നമുക്ക് നല്ല സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ നട്ടലുള്ള ഒരാൾ തന്നെയാണ് ആ ഗവർണർ. പുള്ളിയുടെ ഡ്യൂട്ടി പുള്ളി കറക്റ്റായിട്ട് ചെയ്തു. എനിക്കൊരു ഉറപ്പ് തന്നിട്ട് പോയി ഇതിലുള്ള ആൾക്കാരെ ഞാൻ വെറുതെ വിടില്ല എന്ന്. പക്ഷേ അന്ന് മുതൽ പുള്ളി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കറക്റ്റാണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഗവർണറുടെ ജോലി ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് എനിക്ക് തന്നെ നല്ലവണ്ണം അറിയില്ലായിരുന്നു. എൻ്റെ കൊച്ചുനാളിൽ അറിയില്ലായിരുന്നു. ഒരു 4-5 വർഷം മുമ്പ് വരെ എനിക്കറിയില്ലായിരുന്നു ഒരു ഗവർണറുടെ ജോലി എന്താണെന്ന്. പുള്ളി വന്നിട്ട് എനിക്ക് മനസ്സിലായി ഒരു ഗവർണറുടെ ജോലി എന്താണ്. പുള്ളി അത് കാണിച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പലർക്കും എന്താണ് ഒരു ഗവർണർ ജോലി എന്ന് മനസ്സിലാക്കിയത് തന്നെ പുള്ളി ഇവിടെ വന്നതിന് ശേഷമാണ്. VV അരുൺ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇതിൻ്റെ വിശദാംശങ്ങളുമായി. അരുൺ, ഈ മകൻ്റെ മരണത്തിൽ പൂർണ്ണമായി ഇരുട്ടിലായ ഒരു കുടുംബത്തിന് ഒരു ചെറിയ മെഴുകുതിരി വെട്ടം, ഒരു വെളിച്ചം ലഭിച്ചതുപോലത്തെ ഒരു അവസ്ഥയാണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ, ഈ സിദ്ധാർത്ഥിൻ്റെ പിതാവിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഗവർണർ ഈ വിഷയത്തിൽ ഇടപെടുന്നു, വൈസ് ചാൻസലർക്കെതിരെ
നടപടിയെടുക്കുന്നു, വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ ഇവിടെയും ഇനിയും വേണ്ടത് കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം, ഈ പ്രതികളെ സംരക്ഷിച്ച, ഈ കുറ്റകൃത്യം മറച്ചുവെക്കാൻ ശ്രമിച്ച ഡീൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി വേണമെന്നൊരാവശ്യം ഉയരുന്നുണ്ട്. എന്തായാലും ഗവർണർ അല്പം കൂടി ഒരു രാഷ്ട്രീയ പരാമർശം കൂടി, ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി ഉയർത്തുന്നുണ്ട്. ഈ ക്യാമ്പസിൽ SFI PFI കൂട്ടുകെട്ടാണ് ഈ ഗുരുതരമായിട്ടുള്ള ഈ സർവകലാശാലയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നും അന്വേഷണത്തിന് ഈ വിഷയത്തിൽ ഗവർണർ ഉത്തരവിട്ടിരിക്കുകയാണ്. ഏതു തരത്തിലുള്ളൊരു അന്വേഷണമാണ് ഈ വിഷയത്തിൽ ഉണ്ടാവാൻ പോവുക? വളരെ പ്രധാനപ്പെട്ടത് ഗവർണർ എന്ന് പറയുമ്പോൾ സർവകലാശാലയുടെ ചാൻസലർ അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിന്റെ എല്ലാ അധികാരവും ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കമാണെന്ന് ഏറ്റവും ശ്രദ്ധേയമായത്. അത് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല തുടരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അന്വേഷണം. നമുക്കറിയാം പലപ്പോഴും ഈ അന്വേഷണത്തിന് ശേഷം സസ്പെൻഷൻ നിലപാടിലേക്ക് കാര്യങ്ങൾ പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണത്തിന് ചാൻസലർ ഉത്തരവിടുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹം സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കമായി കാണേണ്ടത്. സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സിദ്ധാർത്ഥിന്റെ വീട്ടിൽ തന്നെ ഇപ്പോഴും നിരവധി പേർ ഇവിടെ വന്നുപോകുന്നു. ആ കുടുംബത്തിന് ആശ്വാസവും സ്വാഭാവികമായും ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലാണ് കുടുംബമെങ്കിൽ പോലും നിരവധി പേർ ഇതിനുശേഷം ഇവിടേക്ക് രാഷ്ട്രീയ നേതാക്കൾ, പൊതുപ്രവർത്തകരൊക്കെ എത്തുന്നുണ്ട്. ഏതായാലും ഗവർണറുടെ ആ നീക്കം, സാധാരണഗതിയിൽ സർക്കാരാണ് ഇത്തരം വിഷയങ്ങളിൽ സിറ്റിംഗ് ജഡ്ജിയുടെയോ അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുക. പക്ഷേ ഇവിടെ ഗവർണർ തന്നെ അത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നു. സ്വാഭാവികമായും സർക്കാർ പോകുന്നതിനപ്പുറത്തേക്കൊരു പിന്തുണ അല്ലെങ്കിൽ ഒരു അനുകൂല നിലപാട് കോടതിയിൽ നിന്നുണ്ടായേക്കാം. സിറ്റിംഗ് ജഡ്ജിമാരെ വിട്ടുകിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് സംസ്ഥാനത്ത്. ആവശ്യത്തിന് ജുഡീഷ്യൽ ഓഫീസർമാരില്ല എന്ന വിലയിരുത്തലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഗവർണർ കോടതിയെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് കൂടുതൽ സാധ്യതയുണ്ട്. ഏതായാലും സർക്കാർ സ്വീകരിക്കേണ്ട ഒരു നടപടി കൂടി ഗവർണർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് മുൻകൈയിൽ ഉണ്ടായിരിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായും ഇന്ന് വലിയ മാനങ്ങൾ ഏറെയാണ്. കാരണം ഗവർണറും SFIയും തമ്മിലുള്ള പോര് നമുക്ക് അറിയാവുന്നതാണ്. ആ വിഷയത്തിൽ ഗവർണർക്ക് വലിയൊരു ആയുധം സ്വാഭാവികമായി അദ്ദേഹം ഇവിടെ വന്നതും ഈ കുടുംബത്തെ ആശ്വസിപ്പിച്ചതും അവർക്ക് ഉറപ്പ് നൽകിയതും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ആഹ്വാനം ചെയ്തതുമൊക്കെ ഈ ഇപ്പോഴത്തെ രീതികൾ ഉപേക്ഷിക്കണം, ഇപ്പോഴത്തെ പ്രവർത്തന രീതികൾ മാറണം എന്നുള്ളൊരു ആഹ്വാനം അദ്ദേഹം നടത്തിയിരുന്നു. അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആഹ്വാനം നടത്തിയിരുന്നു. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി കൂടി ഗവർണർ ഈ കാര്യം ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ്. ഗവർണർ ഉപയോഗിക്കുന്ന അപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കുന്നു. അതിന്റെ എല്ലാ ഒരുക്കങ്ങളും നടക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ഈ വിഷയം ആ രീതിയിലും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. തീർച്ചയായും. കാരണം ഇത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സർക്കാരിനെ ഉൾപ്പെടെ സംബന്ധിച്ച് പ്രതിരോധത്തിലാക്കുന്ന, അവർ കൂടി പ്രതിക്കൂട്ടിലാകുന്ന ഒരു കേസാണ്, പ്രതിക്കൂട്ടിലായിരിക്കുന്ന ഒരു കേസാണ് ഈ സിദ്ധാർത്ഥിന്റെ മരണം. നേരത്തെ അരുൺ തന്നെ സൂചിപ്പിച്ചു, SFIയും ഗവർണറും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം. സാധാരണ ഭരണപക്ഷത്തുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഒരു സർക്കാർ ഭരിക്കുമ്പോൾ അവർ SFI ഒക്കെ സ്വാഭാവികമായും ഈ സമരരംഗത്ത് അത്ര സജീവമല്ലാത്തതാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഗവർണർക്കെതിരായ സമര പോരാട്ടത്തിലൂടെ നിറഞ്ഞു നിന്ന ഈ രാഷ്ട്രീയ കേരളത്തിൽ സമരരംഗത്ത് വളരെ നിറഞ്ഞു നൽകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് SFI പ്രതിരോധത്തിലാവുന്ന ഒരു സംഭവവികാസം ഉണ്ടാകുന്നത്. ഇവിടെ സ്വാഭാവികമായും ഗവർണർ SFIക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം കൂടി ഏറെ ഗൗരവമുള്ളതാണ്. ഈ ക്യാമ്പസിനുള്ളിൽ SFI PFI കൂട്ടുകെട്ടുണ്ടെന്ന് പറയുന്നു. ഇന്നലെ ഈ കുടുംബം, സിദ്ധാർത്ഥിന്റെ കുടുംബം പറഞ്ഞിരുന്നു അവിടെ SFIയുടെ ഭാരവാഹികളടക്കം ലഹരി ഇടപാടുകൾ നടത്തുന്നുണ്ട്, ലഹരി ഉപയോഗിക്കുന്നുണ്ട് ആ ക്യാമ്പസിൽ. അത് സ്വാഭാവികമായും ഇക്കാര്യങ്ങളൊക്കെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതല്ലേ? അതല്ലെങ്കിൽ ഈ ഗവർണർ സൂചിപ്പിച്ചതുപോലെ ഈ സർവകലാശാലയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച അന്വേഷിക്കണം. അതോടൊപ്പം ഈ ക്യാമ്പസിനകത്തെ ഈ രീതിയിലുള്ള ഇടപെടലുകളും ലഹരി ഇടപാടുകളടക്കവും ഉൾപ്പെടെ അന്വേഷിക്കേണ്ട തലത്തിലേക്ക് കൂടി കാര്യങ്ങൾ മാറുമോ? തീർച്ചയായും. ഗവർണർ SFI പോരെന്ന് പറയുമ്പോൾ സർക്കാരിന് വേണ്ടി, CPMന് വേണ്ടി ഗവർണർക്കെതിരെ പ്രത്യക്ഷ സമരരംഗത്തിറങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന അത് SFI ആണ്. CPM അനുകൂല വിദ്യാർത്ഥി സംഘടനയാണ്. അതുതന്നെയാണ് ഗവർണർക്ക് SFIയോടുള്ള ഒരു പകയുടെ കാരണവും. പക്ഷേ ഇപ്പോൾ ഗവർണർ ഏറ്റെടുക്കുന്ന വിഷയം ഒരു രാഷ്ട്രീയ വിഷയത്തിനപ്പുറത്തേക്ക് കേരള മനസാക്ഷി ഞെട്ടിച്ച, കേരളം മുഴുവൻ അപലപിച്ച, കേരളത്തിനാകെ നാണക്കേടുണ്ടാക്കിയ വിഷയമാണ്. ഒരു വിദ്യാർത്ഥിയെ തന്റെ സഹപാഠികളും സീനിയേഴ്സും ചേർന്ന് പ്രാകൃതമായി മർദ്ദിക്കുന്നു. അതിൽ മനംനൊന്ത് അയാൾ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ അപ്പുറത്തേക്ക് കൊലപാതകം എന്ന വിലയിരുത്തലുള്ളവരുണ്ട്. അങ്ങനെ പരാതി കുടുംബത്തിന് പോലുമുണ്ട്. അവൻ ആത്മഹത്യ ചെയ്യില്ല, അവനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന വിമർശനം കുടുംബാംഗങ്ങൾ ഇന്നലെ നമ്മോട് ഇതേ സ്ഥലത്ത് സംസാരിക്കുമ്പോഴും സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് പറഞ്ഞതാണ്. അത്തരത്തിൽ വലിയ വിമർശനം ആ രീതിയിൽ SFI നേരിടുമ്പോൾ സ്വാഭാവികമായും ഗവർണർക്ക് അദ്ദേഹത്തിന്റെ
ചാൻസലർ എന്ന പദവി ഉപയോഗിക്കേണ്ടി വരും. അദ്ദേഹം സർക്കാർ അന്വേഷണ റിപ്പോർട്ടുകൾക്ക് വേണ്ടി കാത്തിരുന്നു. ഇന്നലെ ഏതാണ്ട് ഇതേ സമയമാണ് ഇവിടെ വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ ഇവിടെ എത്തി സിദ്ധാർത്ഥിന്റെ കുടുംബാംഗങ്ങളെ കണ്ടത്, ആശ്വാസവചനങ്ങൾ കൈമാറിയത്, കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്ന വാഗ്ദാനം നൽകിയത്. പക്ഷേ അവിടെയും കാത്തിരിക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് വരാൻ അന്വേഷണം സർവകലാശാല പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് വരും വരെ കാത്തിരിക്കുമെന്നാണ് വൈസ് ചാൻസലർ പറഞ്ഞത്. പക്ഷേ ഇത്രയധികം ക്രൂരമായ ഒരു സംഭവം നടന്നിട്ടും ആ അന്വേഷണ റിപ്പോർട്ട് വരെ കാത്തിരിക്കാനുള്ള ക്ഷമ അല്ലെങ്കിൽ അതിനുള്ള തീരുമാനമല്ല ഗവർണറുടെ ഭാഗത്തുണ്ടായത്. ആദ്യം നടപടി, പിന്നീട് അന്വേഷണത്തിലേക്ക് പോകട്ടെ. വൈസ് ചാൻസലർ ഭാഗത്ത് വീഴ്ചയുണ്ടായി. ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ചാൻസലർ അറിയിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം, ഔദ്യോഗികമായ ഉത്തരവാദിത്വം വൈസ് ചാൻസലർക്കുണ്ടായിരുന്നു. അത് പാലിച്ചില്ലെന്ന് പറയുമ്പോൾ അത് വളരെ വൈകി. ഇന്നലെ മാത്രമാണ് ചാൻസലറെ ഈ വിഷയം VC അറിയിച്ചത്. അതിലുള്ള അദ്ദേഹത്തിന്റെ അമർഷമാണ് കൃത്യവിലോപമുണ്ടായി എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് VCയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തുടരന്വേഷണത്തിന് ചാൻസലർ കൂടിയായ ഗവർണർ ഉത്തരവിട്ടത്. സ്വാഭാവികമായും ജുഡീഷ്യൽ അന്വേഷണവും ഉണ്ടാകുമെന്നതിന് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുമ്പോഴും ടോം സൂചിപ്പിച്ച പോലെ സർവകലാശാല ക്യാമ്പസുകളിൽ, കോളേജ് ക്യാമ്പസുകളിൽ നടക്കുന്ന അനഭിലഷണീയ പ്രവണതകൾ ഏത് വിദ്യാർത്ഥി സംഘടനയായാലും SFIയും KSUവും ABVP ആയാലും അത്തരത്തിൽ ഒരു സമഗ്രാധിപത്യം ഒരു ക്യാമ്പസിൽ ഉണ്ടാകുമ്പോൾ എല്ലാം അവർ തീരുമാനിക്കുന്നൊരവസ്ഥ, അധ്യാപകരെ പോലും അവർ നിയന്ത്രിക്കുന്ന അവസ്ഥ, അധ്യാപകർ പോലും അവരെ ഭയപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയൊക്കെ പല ക്യാമ്പസുകളിലും ഉണ്ടാകുന്നുണ്ട്. അതിനുകൂടി ഒരു അന്ത്യം കുറിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് കേരളീയ സമൂഹത്തിൽ, പ്രത്യേകിച്ചും മാറിവരുന്ന സാമൂഹിക അന്തരീക്ഷത്തിലൊക്കെ എന്നുള്ളത് നിസ്തർക്കമാണ്. വിദ്യാർത്ഥി സംഘടനകൾ പക്ഷെ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ആർക്കു വേണ്ടിയാണ് അവരുടെ പ്രവർത്തനം? വിദ്യാർത്ഥികൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ ക്യാമ്പസുകളിലെ കാടത്തത്തിന് അറുതി വരേണ്ടത് തന്നെയാണ്. അതോടൊപ്പം അരുൺ, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഒരു കാര്യം പുറത്തു വന്നത്. അതായത് മരണശേഷവും സിദ്ധാർത്ഥിനെ വേട്ടയാടാനുള്ള നീക്കങ്ങൾ ഉണ്ടായി എന്ന ചില വിവരങ്ങൾ പുറത്തു വന്നത്. സിദ്ധാർത്ഥ് മരിച്ചതിന്റെ പിറ്റേ ദിവസം ഒരു പെൺകുട്ടി സിദ്ധാർത്ഥിനെതിരെ പരാതി നൽകുന്നു. ആ ഒരു പരിധിവരെയും അവരുടെ കേസ്, അതായത് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തങ്ങളിലേക്ക്, ഈ പ്രതികളിലേക്ക് വരാവുന്ന കേസ് വേറെ തരത്തിലേക്ക് മാറ്റിവിടാനുള്ള, അതായത് ഒരു ആൾക്കൂട്ട വിചാരണ ഉണ്ടായി, സ്വാഭാവികം അതൊക്കെ കേസാകും എന്നൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ ഈ പ്രതികൾ സൃഷ്ടിച്ചെടുത്തൊരു തിരക്കഥയായിട്ട് അതിനെ കാണണോ? കാരണം ഈ കുടുംബത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇത്തരം ഒരു ഈ സിദ്ധാർത്ഥിൻ്റെ ഭാഗത്തുനിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടായി, അതല്ലെങ്കിൽ അതിൻ്റെ പേരിലാണ് ഇത്തരം ഒരു ആൾക്കൂട്ട വിചാരണ നടന്നത്, അങ്ങനെ എന്തെങ്കിലും പരാതികളോ മറ്റോ ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ടോ? അതോ ഇത് വ്യാജമായി സിദ്ധാർത്ഥിനെ ഒരു പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി, അതായത് സിദ്ധാർത്ഥിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായെന്ന് വരുത്തി തീർക്കാനുള്ളൊരു തിരക്കഥയായി, ഒരു ഗൂഢാലോചനയായിട്ട് അതിനെ കാണണോ അരുൺ? സ്വാഭാവികം ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അത് അങ്ങനെ തന്നെ കാണേണ്ടി വരും. കാരണം ഈ ഒരു പരാതി സിദ്ധാർത്ഥിനെതിരെ വരുന്നത്, അല്ലെങ്കിൽ ഇന്റേണൽ അസസ്മെന്റ് കമ്മിറ്റിക്ക്, റാങ്കിംഗ് വിരുദ്ധ സമിതിക്ക് പരാതി ലഭിക്കുന്നതിന് സിദ്ധാർത്ഥിന്റെ മരണശേഷം എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ പരാതിയുടെ അല്ലെങ്കിൽ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചു എന്നതിന് ശേഷമുള്ള വിഷയങ്ങളുടെയൊക്കെ ഗൗരവം കളയാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടർ അസാസിനേഷന് വേണ്ടിയൊക്കെ എടുത്തിട്ടുള്ള ഒരു നീക്കമായി മാത്രമേ ഇതിനെ ഈ ഘട്ടത്തിൽ കാണാനാകൂ. മറിച്ചാണെങ്കിൽ അത് തെളിയിക്കേണ്ടത് ഈ പരാതി നൽകിയ ആളുകളടക്കമുള്ളവരുടെ ഉത്തരവാദിത്തമാണ്. സ്വാഭാവികമായും അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ സിദ്ധാർത്ഥത്തിന് മുൻപ് ഇത്തരമൊരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ ആ ഘട്ടത്തിൽ തന്നെ അത് വരേണ്ടതായിരുന്നു. പക്ഷേ അതുണ്ടായിട്ടില്ല. പകരം ഈ മരണശേഷം ഇത്തരമൊരു ആരോപണം വരുമ്പോൾ അതിനെ ആ രീതിയിൽ മാത്രമേ കാണാൻ കഴിയൂ. ഈ പരാതി നൽകിയവർ എന്തുകൊണ്ട് നേരത്തെ നൽകിയില്ല എന്ന കാര്യമൊക്കെ സ്വാഭാവികമായും ഉയർന്നു വരും. ഈ സിദ്ധാർത്ഥിനെതിരെ ഉണ്ടായ ക്രൂരമായ അതിക്രമം, ക്രൂരമായ മർദ്ദനം, അതിൻ്റെയൊക്കെ ആഘാതം കുറയ്ക്കാൻ, അതുണ്ടാക്കാവുന്ന പ്രശ്നങ്ങളുടെ ആഘാതം കുറയ്ക്കാനുള്ള ബോധപൂർവ നീക്കമായി, ആസൂത്രണ നീക്കമായി മാത്രമേ ഈ ഘട്ടത്തിൽ അതിനെ കാണാൻ കഴിയൂ. ഏതായാലും ആഭ്യന്തര സമിതി ഇത് അന്വേഷിച്ച ശേഷം ആ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകളില്ല, അല്ലെങ്കിൽ ആർക്കെതിരെയാണോ പരാതി, അദ്ദേഹം മരിച്ചതല്ല, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. പക്ഷേ എങ്കിലും ആ പരാതി ഉയർന്നു വന്നത് സ്വാഭാവികമായും കോടതിയിലും മറ്റും കേസ് വരുമ്പോൾ ഇത്തരമൊരു വിഷയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തതിന്റെ പ്രതികാരമാകാം ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ വരുത്തീർക്കാനുള്ള ബോധപൂർവ്വ ശ്രമമായി തന്നെ അതിനെ ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്തേണ്ടി വരും. VV അരുണും ജിൻസ് തോട്ടുംകരയുമാണ് വിവരങ്ങൾ നൽകിയത്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഗവർണർ. VC ഡോക്ടർ MR ശശീന്ദ്രനാഥിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഗവർണറുടെ നടപടിയെ സിദ്ധാർത്ഥിന്റെ കുടുംബം സ്വാഗതം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം. ഇടവേളയിൽ
CCTV ദൃശ്യം പുറത്ത്. മലപ്പുറം തിരൂരിൽ 11 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസാണ് സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത്. കേസിൽ അമ്മയ്ക്കും കാമുകനും കാമുകന്റെ മാതാപിതാക്കൾക്കുമെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. കുട്ടിയുടെ ശരീരാവശിഷ്ടങ്ങളുടെ പരിശോധന തൃശൂർ മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. പ്രതികളെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. CB അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അനുമോദ്, 2 ദിവസം മുൻപാണ് മലപ്പുറത്ത് നിന്ന് തന്നെ സ്വന്തം അമ്മ ഒരു ചോര കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കി കൊലപ്പെടുത്തിയെന്ന വാർത്ത അനുമോദ് റിപ്പോർട്ട് ചെയ്തത്. അത് ആ സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം മറ്റൊരു നടുക്കുന്ന ഹൃദയം നുറുങ്ങുന്ന വാർത്ത മലപ്പുറം തിരൂരിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ. അതായത് വലിയ രീതിയിൽ ഒരു ക്രൂരത ആ 11 മാസം പ്രായമുള്ള കുഞ്ഞിനെ നേരിടേണ്ടി വന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. അമ്മയുടെ കാമുകനും മാതാപിതാക്കളും ചേർന്ന് കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അമ്മയ്ക്കെതിരെയും കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നു. അമ്മയ്ക്കും ഈ കുഞ്ഞിൻ്റെ മരണത്തിൽ പങ്കുണ്ടെന്നാണോ പോലീസ് പറയുന്നത്? അനുമോദ്, ടോം, നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞ വിവരം ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ വെളിപ്പെടുത്തൽ വരുന്നത്. കാരണം പോലീസ് നമുക്കോട് പറയുന്നത് ഈ ഒരു സംഭവത്തിൽ 3 മാസം മുൻപാണ് ഈ ഒരു കുറ്റകൃത്യത്തിൻ്റെ തുടക്കം വരുന്നത്. ഭർത്താവുണ്ടായിട്ടും കാമുകനായ ജയസൂര്യനൊപ്പം പുതുച്ചേരിയിലെ കടലൂരിൽ നിന്നും ശ്രീപ്രിയ മലപ്പുറത്തെത്തുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടാണ്. ഭർത്താവും അവർ വീട്ടുകാരൊന്നും അറിയാതെ, സ്വന്തം വീട്ടുകാർ അറിയാതാണ് വരുന്നത്. അപ്പോൾ തന്നെ കുഞ്ഞ് 11 മാസം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞ് ഇവർക്കുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ ഉപേക്ഷിക്കണമെന്ന് ഭർത്താവ് ഈ കാമുകൻ തുടർച്ചയായിട്ട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കുഞ്ഞിനെ പലതരത്തിലുള്ള പീഡനങ്ങളാണ് പിന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതൊക്കെ ആ കുട്ടിയുടെ അമ്മയായ ശ്രീപ്രിയയുടെ അറിവോടെയും സമ്മതത്തോടെയും ആയിരുന്നു എന്നാണ് പറയുന്നത്. കുട്ടിയെ പല തവണ അതിക്രൂരമായിട്ടാണ് ഇവർ ഉപദ്രവിച്ചിരുന്നത്. തല ചുമരിൽ ഇടിപ്പിച്ചിട്ടുണ്ട്, ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ അതിക്രൂരമായിട്ട് ഒരു കുഞ്ഞിനോട് എങ്ങനെ 11 മാസം പ്രായമുള്ള കുഞ്ഞിനെ എങ്ങനെ ഇവർക്ക് പെരുമാറാനാകുമെന്ന് ചോദ്യമായി വരുന്നത്. ഇത്തരത്തിൽ ഉണ്ടായിട്ട് ഒരിക്കൽ ഇവർ തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുവന്നിരുന്നു. കുട്ടിയെ കൊണ്ടുവരികയും കുട്ടിയെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. അവിടെ പോയിട്ട് ചികിത്സ പൂർത്തിയാക്കാതെ ഇവർ മടങ്ങി വരികയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലുള്ള കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു. എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ഈ അസുഖം വന്നു എന്ന് ഡോക്ടർ അന്വേഷിച്ചില്ല എന്ന് പോലും പോലീസ് ചോദിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സംഭവം അന്ന് ഡോക്ടർമാർ ഈ കുട്ടിക്ക് എങ്ങനെയാണ് ഈ അസുഖം വന്നത് അതിൽ കുറച്ച് വിശദമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഈ കുട്ടിയുടെ ജീവൻ ഒരുപക്ഷെ രക്ഷപ്പെട്ടവരെന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ ഈ തുടർച്ചയായുള്ള പീഡനങ്ങളെ തുടർന്നാണ് ഈ കുഞ്ഞ് മരിച്ചത്. അതായത് ഒരു ദിവസം തലക്കടിച്ച് കൊല്ലുകയായിരുന്നില്ല. മാസങ്ങളായിട്ട് ഈ കുട്ടിയെ വിവിധ തരത്തിൽ അതിക്രൂരമായിട്ട് ഉപദ്രവിച്ച് അതിൻ്റെ എല്ലാം അനന്തരഫലമായിട്ടാണ് ഈ മരണമെന്നാണ് പോലീസ് പറയുന്നത്. എന്താണെങ്കിൽ ഇതിൽ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് കൃത്യമായ പങ്കുണ്ട്. അമ്മയുടെ അറിവും സമ്മതവും ഇല്ലാതെ ഒരിക്കലും നടക്കുകയില്ല. കുഞ്ഞിനെ കൊലപ്പെടുത്തുക തന്നെ ആയിരുന്നോ ഇവരുടെ ലക്ഷ്യം? കാരണം ഇതേ രീതിയിൽ ക്രൂരമായി ഒരു 11 മാസം ഒരു വയസ്സ് പോലും ആകാത്തൊരു കുഞ്ഞിനോട് ക്രൂരത കാട്ടുകാരും മനുഷ്യത്വ രഹിതമായി പെരുമാറുന്ന ഒരു ആളുകളെക്കുറിച്ചാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. അമ്മ ഒരിക്കൽ പോലും ഇതൊന്നും തടയാൻ ശ്രമിച്ചിരുന്നില്ലേ ഇവരുടെ ക്രൂരതകൾ? ഇല്ല എന്ന് തന്നെ വേണം ഏറ്റവും പറയാൻ. ഇതിൽ അനുബന്ധമായിട്ട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. ഈ ഒരു സംഭവം അതായത് ഡിസംബർ 10-നും ജനുവരി 10-നും ഇടയിലാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാവുന്നത്. ഈ കുഞ്ഞിൻ്റെ ജീവൻ അറ്റു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഈ ജയസൂര്യൻ്റെ അച്ഛനും അമ്മയും ജയസൂര്യനും ചേർന്ന് കുട്ടിയുടെ മൃതശരീരം ബാഗിലാക്കി ശ്രീപ്രിയയുടെ അടുത്ത് കൊടുത്ത് പറയുകയാണ് ഈ സേലത്ത് കൊണ്ടുപോയി കളയണം, ഇവിടെ എവിടെയും വേണ്ട, സേലത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ച് വരാൻ പറഞ്ഞു. ഒരു ദിവസം രാത്രിയാണ്, ഒരു വെള്ളിയാഴ്ച രാത്രിയാണെന്നാണ് പോലീസിനോട് ശ്രീപ്രിയ പറഞ്ഞത്. അങ്ങനെ ഈ മൃതദേഹവുമായിട്ട് ബാഗിലാക്കി ഈ യുവതി തൃശ്ശൂരിലെത്തി. തൃശ്ശൂരിൽ നിന്ന് അവിടെ ദൂരത്തേക്ക് പോകാൻ അവർക്ക് കഴിയുന്നില്ല, ആരെങ്കിലും കണ്ടുപിടിക്കുമെന്നുള്ള ഭയം. അങ്ങനെ തൃശ്ശൂരിലെ റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള എൻട്രൻസിന് താഴെയുള്ള ഓടയിൽ ഇത് ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു ചെയ്തത്. ഇത് മടങ്ങി ഇങ്ങനെ ഈ കുട്ടിയുടെ മൃതശരീരം ഉപേക്ഷിച്ച് മടങ്ങുക മാത്രമല്ല, അതിനുശേഷം ഇത് ഒളിപ്പിച്ചു വയ്ക്കാനും അവർ ശ്രമിച്ചു, അല്ലെങ്കിൽ ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നു. ഇത് പുറം ലോകം അറിഞ്ഞതിലും അല്പം ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ എന്നൊക്കെ നമുക്ക് നാടകീയമായിട്ട് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഈ ശ്രീപ്രിയയുടെ സഹോദരിയും ഭർത്താവും തിരൂർ പരിസരത്ത് തന്നെ ആക്രി പെറുക്കി ജീവിക്കുന്നവരാണ്. അങ്ങനെ യാദൃശ്ചികമായിട്ട് ശ്രീപ്രിയയെ ഇവരുടെ ചേച്ചിയുടെ ഭർത്താവ് കാണുകയും
പിറ്റേ ദിവസം ഇവരെ അന്വേഷിച്ച് ഈ തലക്കാട് എന്ന സ്ഥലത്ത് എത്തുകയും ചെയ്തു. ശ്രീപ്രിയ അവിടെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുമായിരുന്നു. ഇവരെ കണ്ട് ഒളിച്ചിരുന്നു. അങ്ങനെ ഒളിച്ചിരുന്ന് ഇവർ പോയെന്ന് ഉറപ്പാക്കി ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവരുടെ ഈ സഹോദരിയുടെയും ഭർത്താവിൻ്റെയും മുന്നിൽപ്പെട്ടത്. അങ്ങനെ ആ സഹോദരി ചോദിക്കുകയാണ് കുട്ടി എവിടെയെന്ന് ചോദിച്ചപ്പോൾ കുട്ടിയെ ആദ്യം ഹിന്ദിക്കാരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അതിനുശേഷം കാണാനില്ലാതെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പറയുന്ന മറുപടികളെല്ലാം വ്യത്യസ്തമായതുകൊണ്ട് ദുരൂഹത ഉള്ളതുകൊണ്ട് മാറ്റി നിർത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ഇത്തരത്തിൽ ജയസൂര്യനും അച്ഛനും അമ്മയും ചേർന്ന് കൊന്നു എന്ന് പറഞ്ഞത്. നാട്ടുകാർ ഇടപെട്ടു, പോലീസിനെ അറിയിച്ചു. ഇതിനെ തുടർന്നുണ്ടായ നമുക്കറിയാം ഇന്നലെ ഉണ്ടായ സംഭവവികാസങ്ങളൊക്കെ. അതായത് ഈ യുവതിയുടെ സഹോദരിയും ഭർത്താവും അവരാണോ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിനെ കൈമാറിയത്? അതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കൊലപാതക വിവരം, ഈ നടുക്കുന്ന കൊലപാതക വിവരം പുറത്തു വന്നത്. അനുമോദ്, അതായത് ഈ ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ ശ്രീപ്രിയ നാട് വിട്ടത്, ആ നാട് എവിടേക്കാണ് പോയതെന്ന് ആർക്കും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ശ്രീപ്രിയയെക്കുറിച്ച് ഇവരുടെ കുടുംബക്കാരും വീട്ടുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് യാദൃശ്ചികമായിട്ട് ഈ ഭർത്താവല്ല ഈ യുവതിയും ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഇവരെ കണ്ടുമുട്ടുന്നത്. തികച്ചും യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടിയതാണ്. അങ്ങനെ കണ്ടുമുട്ടിയപ്പോൾ ചേച്ചി ചോദിക്കുകയാണ് കുട്ടി എവിടെയെന്ന് ചോദിച്ചപ്പോൾ അതിന് നൽകിയ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ഈ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു കൊടും ക്രൂരകൃത്യം പുറത്തു വരാൻ കാരണമായത്. കൃത്യമായ മറുപടി നൽകാതെ പല മറുപടികൾ നൽകി. അങ്ങനെ ആ ഒരു ഹോട്ടലിൻ്റെ മുൻപിൽ വെച്ചായിരുന്നു ഇത് സംഭവിച്ചത്. നാട്ടുകാർ ഇടപെട്ടു. ഈ മലപ്പുറത്തുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ വളരെ സജീവമായിട്ട് ഇടപെടുന്നവരാണ് ആ വിഷയത്തിലൊക്കെ. അപ്പോൾ തിരൂരുകാർ അപ്പോൾ തന്നെ ഇടപെടുകയും വളരെ ചോദ്യം ചെയ്യുകയും സംഭവം ഒരു ദുരൂഹതയുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് ഇവരെ വന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചെയ്തത്. അത് ഈ യുവതിയുടെ സഹോദരിയുടെ ഭർത്താവും ഈ ശ്രീപ്രിയയെ ഈ കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നെങ്കിൽ ഈ 11 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഇവർ മൃഗീയമായിട്ട് മാസങ്ങളോളം ക്രൂരമായി പീഡിപ്പിച്ച് കൊന്ന കാര്യം ലോകം അറിയുമായിരുന്നില്ല. അതാണ് അവിടെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊക്കെ നാടകീയത അല്പം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ വേണമെങ്കിൽ പറയാം എന്ന് മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. എന്നാലും ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും സജീവമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പോലീസ് കൊലക്കുറ്റം തന്നെയാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. 4 പേർക്കെതിരെയും അത്തരത്തിൽ ഈ 4 പേർക്കും കൃത്യമായിട്ട് ഒരു പങ്ക് ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്ത് നടപടികൾ പുരോഗമിക്കുന്നത്. എന്നാണെങ്കിലും കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സാഹചര്യം, അതായത് ഈ ലഭിച്ച ശരീരാവശിഷ്ടങ്ങൾ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം 11 മാസം മാത്രമേ ഈ കുട്ടിക്ക് പ്രായമുള്ളൂ. അത് വലിയ ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ 1-2 മാസത്തിന് ശേഷം 1-2 മാസത്തിന് ശേഷം ഈ ഓടയിൽ കിടന്ന് ചീഞ്ഞളിഞ്ഞ ഭാഗങ്ങൾ പരിശോധിക്കും. എല്ല് മാത്രമാണ് കിട്ടിയുള്ളൂ, പിന്നെ കുറച്ച് ശരീരഭാഗങ്ങളും. അതിൽ കൃത്യമായിട്ട് മരണകാരണമെന്ന് പറയാൻ കഴിയുകയില്ല. DNA ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. മാത്രമല്ല വൈകുന്നേരത്തോടുകൂടി ഈ പ്രതികളെ എല്ലാം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ടോം CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അനുമോദ് സൂചിപ്പിച്ച പോലെ അവിടെ ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെ ആയിരിക്കാം ഈ കേസ്. ഈ സംഭവം ഈ കുഞ്ഞിനെ 11 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ കൊലപാതക വിവരം പുറത്തറിയാൻ കാരണമായത്. കാരണം ഈ മൃതദേഹം അവർ മറവ് ചെയ്യുന്നു. പിന്നീട് ഒരിക്കൽ പോലും അത് ഈ കുഞ്ഞിൻ്റെ കൊലപാതക വിവരം ഒരു പക്ഷേ പുറത്തു പോലും അറിയാനുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു. പക്ഷേ ഇത്തരം പല നാടകീയമായ സംഭവവികാസങ്ങളുടെ ഒടുവിലാണ് അമ്മയും കാമുകൻ്റെ മാതാപിതാക്കളും ചേർന്ന് ഒരു പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ വിവരം പുറത്തു വന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞു. ജയസൂര്യ സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. തൃപ്പൂണിത്തുറ തൈക്കുടത്തെ സരോജിനി അമ്മ സുഖമായിട്ടിരിക്കുന്നുണ്ട്. മകളുടെ ക്രൂരത മൂലം ഏറെ നേരം വീട്ടിൽ കയറാനാകാതെ പുറത്തു വന്ന അമ്മയ്ക്ക് രാത്രി വൈകിയാണ് വീട് കുത്തി തുറന്ന് അകത്തു കയറാൻ കഴിഞ്ഞത്. തൈക്കുട സ്വദേശിനി സരോജിനിയെ വീട്ടിൽ കയറ്റണമെന്ന RDO ഉത്തരവുണ്ടായിട്ടും താക്കോൽ കൈമാറാൻ മൂത്ത മകൾ തയ്യാറായില്ല. RDO തലത്തിൽ ഇന്ന് ചർച്ച നടക്കുന്നുണ്ട്. ഏറെ സങ്കടമുയർത്തുന്ന സരോജിനിയമ്മയുടെ ദുരവസ്ഥ ഇന്നലെ ന്യൂസ് 18 ആദ്യം പുറത്തു കൊണ്ടുവന്നത്. മോളെ എന്നോട് സംസാരിക്കാറില്ല, ഫോൺ തരൂല്ല, ഫോൺ വിളിച്ചാൽ എടുക്കൂല. അതുകൊണ്ട് എനിക്കറിയാൻ പാടില്ല. ഞാൻ വല്ലയിടത്തും ചെന്ന് ആൾക്കാരോട് പറയണമെന്ന് വിളിച്ചാന്ന്. അവർ വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് എടുക്കൂല. പനമ്പുള്ളിയാറിലാണെന്ന് അറിയാം, എവിടെയാണെന്ന് താമസിക്കണമെന്ന് അങ്ങനെ മാത്രം അറിഞ്ഞു. പോലീസ് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട്
അവർക്ക് പറ്റില്ല. ആദ്യത്തെ ദിവസം പറഞ്ഞ് ചെന്നപ്പോൾ തന്നെ പറഞ്ഞ് ഇത് പൊളിച്ച് കയറി തരാം, ഇത് അമ്മയുടെ വീടല്ലേ, അമ്മ എന്തിനാ വിഷമിക്കണേ, അമ്മ വിഷമിക്കാതെ ഒക്കെ പൊളിച്ച് തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ചെന്നപ്പോൾ അവരുടെയൊക്കെ ഇത് മാറി അവരെ മോളിൽ നിന്ന് ആരോ വിളിച്ച് പറഞ്ഞ് തുറന്നു കൊടുക്കേണ്ടത്. അങ്ങനെ പോലീസുകാർ പറഞ്ഞ് ഇവിടെ പോകാൻ പറഞ്ഞു. എന്നോട് നല്ല വാക്കും പറഞ്ഞ് അമ്പലത്തിൽ പോണ്, മൂകാംബിക പോണ് എന്നും പറഞ്ഞുകൊണ്ടാണ് അവൾ പോയത്. അപ്പോൾ വ്യാഴാഴ്ച അമ്മ പോവും, തിങ്കളാഴ്ച ഞാൻ വരും, അപ്പോൾ അമ്മ വന്നാൽ മതിയെന്ന് പറഞ്ഞ് പോയതാണ് അവൾ. ഞാൻ അതുപോലെ എത്ര തിങ്കളാഴ്ച വന്നിട്ട് അവൾ വന്നിട്ടില്ല. എനിക്ക് വീട്ടിൽ കയറണം, എനിക്ക് എൻ്റെ വീടാണ് മോനെ. കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഇന്നലെ രാത്രി 8:30 കൂടിയാണ് നമ്മൾ ഈ സരോജിനിയമ്മയുടെ വീട്ടിലെത്തുന്നത്. അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച, നാട്ടുകാർ, നൂറുകണക്കിന് നാട്ടുകാരും ജനപ്രതിനിധികളും എല്ലാവരും ഈ അമ്മയ്ക്ക് പിന്തുണയുമായി അവിടെയുണ്ട്. സരോജിനി അമ്മയെ വീട്ടിൽ കയറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം കണ്ടു. പോലീസ് വന്നു, പക്ഷെ പോലീസ് വീട് തുറന്ന് ഈ അമ്മയെ കയറ്റാൻ നടപടി സ്വീകരിച്ചില്ല. ആർഡിയുടെ ഉത്തരവുണ്ടായിട്ട് പോലും പോലീസ് നടപടി സ്വീകരിച്ചില്ല. മകൾ താക്കോല് കൊടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ നാട്ടുകാരുടെ ഉൾപ്പെടെ ഇടപെടലിനെ തുടർന്ന്, വാർത്താ മാധ്യമങ്ങളുടെ ഇടപെടലിനെ തുടർന്ന്, നമ്മൾ ന്യൂസ് 18 ആദ്യം വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്, അങ്ങനെ വലിയ ഇടപെടലുകളെ തുടർന്ന് ഈ അമ്മയും മറ്റു നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഈ വീട് കുത്തി തുറന്ന് ഉള്ളിൽ കയറുന്ന കാഴ്ച, അതായത് രാത്രി 11 വരെ നീണ്ടു നിന്ന വലിയ പോരാട്ടത്തിനൊടുവിലാണ് ഈ അമ്മയ്ക്ക് സ്വന്തം വീട്ടിൽ കയറി ഉറങ്ങാൻ കഴിഞ്ഞത്. ഇപ്പോൾ എന്തായാലും ഈ സരോജിനി അമ്മ സന്തോഷവതിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അവിടെയും ആ മകളുടെ ക്രൂരതയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്തരം വൃദ്ധമാതാപിതാക്കളെ പീഡിപ്പിക്കുന്ന, അവരോട് ക്രൂരത കാട്ടുന്ന മക്കളുടെയും മരുമക്കളുടെയൊക്കെ കഥകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഈ അമ്മയ്ക്ക് താൽക്കാലികമായി നീതി കിട്ടി, അല്ലെങ്കിൽ അവർ നീതി പിടിച്ചു വാങ്ങി എന്ന് പറയുമ്പോഴും മകൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യം ബാക്കിയാണ്. ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ മറ്റധികാരികളുടെ ഭാഗത്തുനിന്നോ നിയമപരമായ നടപടി ഉണ്ടാകുമോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം? ഡാനി. ടോം, ഇതിൽ സരോജിനി അമ്മ ഇപ്പോൾ വീട്ടിൽ മകൾക്ക് അവരുടെ ആ സ്ഥലത്ത് പിന്നീട് നിർമ്മിച്ച് നൽകിയ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ വാതിൽ പൊളിച്ച് അകത്ത് കയറിയ ശേഷം പിന്നീട് അവർ അവിടെ നിന്ന് മാറിയിട്ടില്ല. അതുമാത്രവുമല്ല, ഇന്ന് RDO തലത്തിൽ ചർച്ചകൾ നടക്കുമെന്ന് പറയുമെങ്കിൽ കൂടിയും അവർ ആ വീട് വിട്ട് എങ്ങോട്ടും പോകാൻ തയ്യാറല്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് സരോജിനി അമ്മ ഉള്ളത്. കാരണം ഇനി വീട് വിട്ട് ഇറങ്ങുന്നില്ല എന്നാണ് പറയുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, നിയമ നടപടികൾ സംബന്ധിച്ച് ഇതുവരെയും പോലീസിൽ നിന്ന് മറ്റൊരു നീക്കവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പോലീസ് അതിൻ്റെ ഒരു നിയമവശം പരിശോധിക്കുകയാണ്. കാരണം അമ്മയ്ക്ക് ആ വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടോ, അല്ലെങ്കിൽ മകൾ അവിടെ താമസിപ്പിക്കാത്ത ആ സാഹചര്യം മനഃപൂർവ്വം സൃഷ്ടിക്കുന്നുണ്ടോ എന്നാണ് അവർ പരിശോധിക്കുന്നത്. മകൾക്ക് നൽകിയ ആ സ്ഥലത്ത്, അവരുടെ ആ സ്ഥലം 2 മക്കൾക്കുമായി പകുത്തതാണ്. അതിൽ ഇവരുടെ ഭാഗത്ത് മൂത്ത മകളുടെ അവർക്ക് അവകാശമായി കിട്ടിയ സ്ഥലത്താണ് പിന്നീട് പാർട്ടി ഇടപെടലോടെ അടക്കം വീട് നൽകുന്നതടക്കമുണ്ടായത്. അപ്പോൾ ഈ വീട്ടിൽ, ഈ സ്ഥലത്ത് നിലവിൽ മകൾക്ക് തന്നെയാണ് അവകാശം, കാര്യങ്ങളുമെല്ലാം തന്നെയുള്ളത്. പക്ഷേ അപ്പോൾ പോലും അമ്മയെ കൂടി സംരക്ഷിക്കുക എന്ന ധാർമ്മികമായ, അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാക്കിയ 2 മക്കൾക്കും അതിൻ്റെ ഒരു തുല്യ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇളയ മകളുടെ വീട്ടിൽ നിന്ന് അമ്മ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടേക്ക് കയറ്റാതെ അവർ പോയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പ്രാഥമികമായ രീതിയിൽ അവരോട് അന്വേഷണം നടത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഇവരുടെ ഭാഗം, ഈ മൂത്ത മകൾ, അവരുടെ ഭാഗം ഇന്ന് എന്താണ് തങ്ങൾക്ക് ഈ കാര്യത്തിൽ നടന്നത്, അമ്മയുടെ കാര്യത്തിൽ വീട്ടിലേക്ക് കയറ്റിയില്ല എന്നെല്ലാം പറയുന്നതിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നതിന് വേണ്ടി അവർ ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കാണുമെന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. അല്പസമയം മുൻപ് അറിയാൻ കഴിഞ്ഞത് ആ കാര്യമാണ്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് മറ്റു നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം നേരത്തെ RDOയുടെ ഉത്തരവ് ഈ വയോജന സംരക്ഷണ കാര്യങ്ങളെ ചൊല്ലിയുള്ളതായിരുന്നു. അവിടേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയണമെന്ന കാര്യങ്ങളെല്ലാം ചൊല്ലിയായിരുന്നു ആ ഉത്തരവുണ്ടായിരുന്നത്. അത് പോലീസ് നടപ്പാക്കിയില്ല എന്ന രീതിയിൽ വ്യാപകമായി ആക്ഷേപം ഉയരുന്നുണ്ട്. ഇന്നലെ MLA അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് പോലീസ് മറ്റു നടപടികളിലേക്ക് നീങ്ങിയില്ല. ഒടുവിൽ ആ അമ്മയ്ക്ക് തന്നെ അതാണ് കാരണം. ഇത്തരം ഒരു അമ്മ, സാധാരണ ഇവിടെ സ്ത്രീപക്ഷവും
മറ്റൊക്കെ പറയുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരും പോലീസുമാണെന്നൊക്കെ പറയുമ്പോഴും ഒരു വൃദ്ധ മാതാവിനാണ് ഈ ഒരു ദുരവസ്ഥ ഉണ്ടായത്. സ്വന്തം വീട്ടിൽ കയറാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായത്. പോലീസിനോട് പലതവണ ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഈ അമ്മ തന്നെ കേണപേക്ഷിച്ച് പറഞ്ഞു തനിക്ക് തൻ്റെ വീട്ടിൽ കയറി രാത്രിയിൽ അന്തി ഉറങ്ങണമെന്ന് പറഞ്ഞു. പോലീസ് മറ്റൊരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാം, അമ്മയ്ക്ക് സുരക്ഷ നൽകാമെന്നൊക്കെയാണ് പോലീസ് പറഞ്ഞ ഈ കേസിൽ നിന്നും കൈകഴുകാൻ ശ്രമിച്ചത്. അതായത് ആദ്യയുടെ ഉത്തരവുണ്ടായിട്ട് പോലും അത് നടപ്പാക്കാൻ പോലീസ് ശ്രമിക്കാത്തതിന് പിന്നിലെ ഇടപെടലുകളാണ് പരിശോധിക്കേണ്ടത്. അവിടെ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നുണ്ട് അവിടെ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. CPM ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഇവിടെ ഈ അമ്മയ്ക്ക് നീതി നിഷേധം ഉണ്ടായത്. പോലീസ് ഈ സംഭവം അട്ടിമറിക്കാൻ, ഈ ഉത്തരവ് ഉൾപ്പെടെ അട്ടിമറിക്കാനുള്ള നീക്കം നടത്തിയെന്നൊരു ആരോപണം വരുന്നുണ്ട്. ആ ഒരു ആരോപണത്തിലെ അടിസ്ഥാനം എന്താണ് ഡാനി? ടോമിക്കാര്യത്തിൽ നാട്ടുകാർ അല്ലെങ്കിൽ ആ പരിസരത്തുള്ളവർ എല്ലാവരും പറയുന്ന ഒരു ആക്ഷേപം തന്നെയാണ്. ഇതിൽ വ്യാപകമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, ഇതിൽ രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അമ്മയടക്കം പറയുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ചൊരു കൃത്യമായ ആരെങ്കിലും പേരിലേക്കോ കാര്യങ്ങളിലേക്കോ നീങ്ങുന്നില്ല. മറിച്ച് കുടുംബപരമായ ചില കാര്യങ്ങൾ ഉണ്ട് താനും. ഈ കാര്യത്തിൽ അത്തരമൊരു ഇടപെടൽ ഇപ്പോൾ പോലീസിനെ നിയന്ത്രിക്കുന്ന രീതിയിൽ പാർട്ടി അടക്കം CPM അടക്കം ഇടപെട്ടു എന്ന രീതിയിൽ തന്നെ അവിടെ പരാതി വ്യാപകമായിട്ട് തന്നെ ഉയരുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് പോലീസിനെ ഏത് കാര്യങ്ങൾ പറഞ്ഞാണ് ഈ ഒരു വൃദ്ധ മാതാവിനെ അതിനകത്തേക്ക് കയറാൻ സമ്മതിക്കാത്ത രീതിയിൽ ഇടപെടാൻ അല്ലെങ്കിൽ പോലീസിനെ അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമോ? ഒരു CPM പോലുള്ള ഒരു പ്രസ്ഥാനത്ത് അത്തരമൊരു ഇടപെടൽ നടത്തുമോ എന്ന കാര്യം ആ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ജില്ലാ നേതൃത്വം അടക്കം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയേണ്ടത് തന്നെയാണ്. അത്തരം ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും തന്നെ അത് അവലംബിക്കപ്പെടേണ്ടതുമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് കൂടുതലായി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ കുറച്ചുകൂടി വിശദാംശങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് വൈകിട്ട് ഈ മൂത്ത മകൾ, അതായത് ഇപ്പോൾ ആ വീട്ടിലെ അതിൻ്റെ ഉടമസ്ഥ, അവർ ഈ കാര്യങ്ങൾ എന്താണ് തങ്ങൾക്ക് പറയാനുള്ളതെന്ന് തങ്ങളുടെ ഭാഗം കൂടി വിശദീകരിക്കണം എന്ന് മാധ്യമങ്ങളടക്കം നാട്ടുകാരടക്കം അറിയേണ്ടതുണ്ട് എന്നവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഇന്നലെ പോലീസ് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നത് തന്നെയാണ് വലിയ ചോദ്യം. ഇന്നലെ പോലീസിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു RDOയുടെ ഉത്തരവ് നടപ്പാക്കേണ്ടിയിരുന്നത്. അത് നടപ്പാക്കാതെ തടഞ്ഞത് ഈ ജില്ലാ നേതൃത്വമാണ് എന്ന ആക്ഷേപമുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒപ്പം മറ്റൊന്നുകൂടി, കൊച്ചിയെ ദക്ഷിണേഷ്യയിലെ തന്നെ വയോജന സൗഹൃദ നഗരം എന്ന രീതിയിൽ ആദ്യ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പ്രഖ്യാപനം കൂടി ഈ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇന്നലെ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ചൊരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. കൊച്ചിൻ കോർപ്പറേഷൻ്റെ പരിധിയിൽപ്പെടുന്നതാണ് ഈ സരോജിനി അമ്മയുടെ വീടും എല്ലാം തന്നെയും. അങ്ങനെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന വയോജന സൗഹൃദ നഗരമെന്ന ദക്ഷിണേഷ്യയിലെ തന്നെ ആദ്യ നഗരമായി വിളിപ്പേര് കൊച്ചിക്ക് വീഴുമ്പോൾ തന്നെയാണ് ഈ ഒരു സംഭവം കൂടി ഇവിടെ നടക്കുന്നത്. തീർച്ചയായും ഈ കാര്യങ്ങളിലെല്ലാം തന്നെ അധികാരികളുടെ ഇടപെടൽ ഉണ്ടാകേണ്ടതാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? കുടുംബ പ്രശ്നമാണോ, മറ്റ് കാര്യങ്ങളുണ്ടോ? എന്തിൻ്റെ പേരിലാണ് ഈ അമ്മയ്ക്ക് RDOയുടെ ഉത്തരവടക്കം വാങ്ങിക്കൊണ്ട് ഇവിടേക്ക് വരാൻ തയ്യാറായത്? ഒപ്പം തന്നെയും ഇതിന് എന്ത് പരിഹാരമാണ് ഇനി ഉണ്ടാകേണ്ടത്? കാരണം ഇങ്ങനെ ഒരു കുടുംബ പ്രശ്നം മാത്രമാണ് ഇതിൻ്റെ കാരണമെന്നടക്കമുള്ള കാര്യങ്ങൾ നോക്കണം. ഒപ്പം സ്ഥിരമായി അവർക്ക് അവിടെ താമസിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അന്തരീക്ഷം എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന കാര്യത്തിലെല്ലാം തന്നെ ചർച്ചകളും ആവശ്യമാണ്. ഇതൊരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ്, അതിൽ യാതൊരു സംശയവും. തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചതുപോലെ വയോജന സൗഹൃദ നഗരമായി കൊച്ചിയെ പ്രഖ്യാപിക്കുന്ന ഒരു വേളയിൽ തന്നെയാണ് ഇതേ രീതിയിലൊരു വൃദ്ധ മാതാവിന് സ്വന്തം മകളിൽ നിന്നും ക്രൂരത നേരിടേണ്ടി വന്നത്. ഒരുപക്ഷെ അവരുടെ ഭാഗം കൂടി വൈകുന്നേരത്തേക്ക് എന്താണ് സംഭവിച്ചതെന്ന് കൂടുതൽ വിശദീകരണവുമായി ആ മകൾ മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയും. എത്ര ന്യായീകരിച്ചാലും ഒരു മകൾ അമ്മയോട് കാട്ടിയത് ക്രൂരത തന്നെയാണ്. ഈ രീതിയിലല്ല വൃദ്ധമാതാപിതാക്കളോട് പെരുമാറേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള സംഭവങ്ങൾ പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മളും പ്രായമായി വരികയാണ്, ഈ രീതിയിൽ മക്കൾ പെരുമാറുമ്പോഴുള്ള വേദന ഒരുപക്ഷെ ആ വൃദ്ധരാകുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രായമാകുന്ന കാലഘട്ടത്തിലായിരിക്കും നമുക്ക് തിരിച്ചറിയാൻ കഴിയുക എന്ന കാര്യം മറക്കരുത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്. വിയർക്കാതിരിക്കാൻ സ്പോട്ട് ലൈവ് തുടരുന്നു. മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ
നടനും BJP നേതാവുമായ സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ബോധപൂർവമായ ലൈംഗിക അതിക്രമം IPC 354 വകുപ്പ് ചുമത്തിയാണ് കുറ്റപത്രം. പോലീസ് ആക്ടിലെ 119A വകുപ്പും ചുമത്തിയിട്ടുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി. അനീഷ്, എന്നാണ് ഈ പോലീസ് ഈ കോടതിയിൽ സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്? നേരത്തെ ചുമത്തിയ വകുപ്പുകൾക്ക് പുറമെ ഏതെങ്കിലും പുതിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടോ അനീഷ്? ടോം, ഫെബ്രുവരി 26-നാണ് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 4-ൽ സുരേഷ് ഗോപിക്കെതിരായ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്നത്. നേരത്തെ തന്നെ IPC 354 പോലീസ് ആക്ടിലെ 119 വകുപ്പുകൾ ചുമത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരുന്നത്. FIR ഇത് തന്നെയാണ് രേഖപ്പെടുത്തിയത്. ഈ വകുപ്പുകൾ തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ആദ്യഘട്ടത്തിൽ കുറച്ചുകൂടി അയഞ്ഞ വകുപ്പുകളുണ്ടായിരുന്നു, പക്ഷേ അത് കുറച്ചുകൂടി കടുപ്പിച്ചിരിക്കുന്നു പോലീസ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ സ്ത്രീകൾക്കെതിരായ ബോധപൂർവമായ ലൈംഗിക അതിക്രമം, ഒപ്പം ഈ പൊതുവിടത്തിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലോ സ്ത്രീകൾക്കെതിരായി അവർക്ക് മാനഹാനി വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ എപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിക്കും എന്നത് സംബന്ധിച്ച ചോദ്യം ഉയർന്നിരുന്നു. ഏതാണ്ട് 1.5 മാസം മുമ്പ് പോലീസ് പല ദിവസങ്ങളിലും ഈ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അറിയിച്ചിട്ടും പിന്നീട് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് നീണ്ടുപോവുകയും ഈ കഴിഞ്ഞ മാസം അവസാനത്തിലേക്ക് കുറ്റപത്രം സമർപ്പിക്കുകയുമാണ് ചെയ്തത്. എന്തായാലും കേസിൽ അനുബന്ധ നടപടികൾ ഇനി കോടതിക്ക് വിധേയമായാണ് ഈ കുറ്റപത്രം സുരേഷ് ഗോപിയെ വായിച്ച് കേൾപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണം. ഒപ്പം വിചാരണയ്ക്കായി തീയതി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കത്ത് നിൽക്കെയാണ് ഈ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി പറയാം. പക്ഷേ ഈ കുറ്റപത്രത്തിന്മേലുള്ള വിചാരണ നടപടികൾ കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ അടിയന്തരമായി പോലീസിന്റെ ഈ നീക്കത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയം കൂടി കാണണോ, രാഷ്ട്രീയ ഇടപെടൽ കൂടി കാണണോ അനീഷ്? കാരണം സുരേഷ് ഗോപി തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സ്ത്രീകളുടെ വലിയൊരു പിന്തുണ സുരേഷ് ഗോപി കിട്ടിയെന്നൊക്കെയാണ് ഒരു വലിയ അവകാശവാദം. ആ രീതിയിലുള്ള അതൊരു പരിധിവരെ ഒരു വസ്തുതയാണെന്നും നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ടെലിവിഷൻ ഷോകളിലൊക്കെ വലിയ നിറഞ്ഞു നിൽക്കുന്ന, മറ്റ് ചാരിറ്റി രംഗത്തൊക്കെ വളരെ സജീവമായി ഇടപെടുന്ന സുരേഷ് ഗോപിയുടെ ആ ഒരു സ്വീകാര്യതയെ ഒരു മറ്റുള്ളവർ പൊതുസമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ആ ഒരു സാഹചര്യത്തേക്ക് ഇല്ലാതാക്കാനുള്ള ഒരു നീക്കമായിട്ട് കൂടി പോലീസിന്റെ അതിവേഗത്തിലുള്ള ഈ കുറ്റപത്രം സമർപ്പിച്ച നടപടിയെ കൂടി കാണണോ അനീഷ്? അതിവേഗത്തിലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒക്ടോബർ 27-നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത്. കോഴിക്കോട് വെച്ചാണ് മാധ്യമപ്രവർത്തകർ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനായാണ് അദ്ദേഹത്തെ സമീപിച്ചത്. ഇതിനിടയിലാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടെ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവച്ചത്. ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും തോളിൽ കൈവയ്ക്കുകയും മാധ്യമപ്രവർത്തക ഈ കൈയെടുത്ത് മാറ്റുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. എന്തായാലും വാത്സല്യപൂർണ്ണമായ ഒരു പെരുമാറ്റമെന്നാണ് സുരേഷ് ഗോപി ഇതിനെ വിശേഷിപ്പിച്ചത്. എന്തെങ്കിലും വിഷമം ഇക്കാര്യത്തിൽ മാധ്യമപ്രവർത്തകർ ഉണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്ഷമ ചോദിച്ച ശൈലി ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടി പിന്നീട് മാധ്യമപ്രവർത്തക പരാതിയുമായി മുന്നോട്ട് പോവുകയും ഈ പോലീസ് മാധ്യമപ്രവർത്തകരുടെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വളരെ വിശദമായ അന്വേഷണമായാണ് പോലീസ് മുന്നോട്ട് പോയത്. ഈ മാധ്യമപ്രവർത്തകരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിനപ്പുറം ഈ സ്ഥലത്ത് ആ സമയത്തുണ്ടായിരുന്ന മറ്റ് മാധ്യമപ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഹോട്ടൽ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മാധ്യമപ്രവർത്തകർ പകർത്തിയ ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഒപ്പം ഈ സ്വകാര്യ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത്തരം അന്വേഷണങ്ങൾ പൂർത്തിയാക്കിയാണ് ഈ 2 വകുപ്പുകൾ ചേർത്ത് ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ കോടതിയിൽ കൊടുക്കാൻ പോലീസ് തീരുമാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് വലിയൊരു കാലവിളമ്പും ഈ തെരഞ്ഞെടുപ്പിനൊക്കെ വളരെയേറെ മുമ്പ് വേണമെങ്കിൽ ഇത് സമർപ്പിക്കാമായിരുന്നു. പക്ഷേ അത് തെരഞ്ഞെടുപ്പിൻ്റെ അടുത്തേക്ക് മാറ്റിയത് എന്തിനാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. ഒരുപക്ഷേ തെരഞ്ഞെടുപ്പിൽ ഇതൊരു രാഷ്ട്രീയ പ്രചാരണമായി ഉയർത്തിക്കാട്ടാം. കാരണം സ്ത്രീകളോടൊക്കെ വളരെ മര്യാദയോടുകൂടി പെരുമാറുന്ന ആളാണ് സുരേഷ് ഗോപി എന്ന പ്രചരണമാണ് സുരേഷ് ഗോപിയെ അനുകൂലിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ ഒരാൾ എന്ന പ്രതിച്ഛായ ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് പ്രചാരണ ഘട്ടത്തിലും മറ്റുമൊക്കെ വരുത്താൻ കഴിയും എന്നതൊരു കാര്യമാണ്. ഒപ്പം ഈ ഓരോ സ്ഥാനാർത്ഥികളും അവരുമായി ബന്ധപ്പെട്ട കേസ് സംബന്ധിച്ച വിശദാംശങ്ങൾ ഈ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. അത്തരം പ്രസിദ്ധീകരിക്കുമ്പോഴും സുരേഷ്
ഗോപിക്ക് ഇത്തരം ഒരു സ്ത്രീയെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസിൻ്റെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടി വരും എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. എന്തായാലും ഈ കേസിൻ്റെ വിചാരണ നടപടികളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ വളരെ സമയബന്ധിതമായി അല്ലെങ്കിൽ വളരെ ധൃതി പിടിച്ചുള്ള ഒരു വിചാരണയിലേക്കൊന്നും നീങ്ങാൻ സാധ്യതയില്ല. ഒരുപക്ഷെ ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ കഴിയുമ്പോഴായിരിക്കും ഒരു വിചാരണ തീയതിയിലേക്ക് നീങ്ങുക. ഈ ജാമ്യം ലഭിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വകുപ്പുകളാണ് ഇതിന് സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിരിക്കുന്ന കേസിൽ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി സുരേഷ് ഗോപി മൊഴി നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും പിന്നീട് കോടതിയിൽ ഹാജരായി മുൻകൂർ ജാമ്യം തേടുകയും അല്ലെങ്കിൽ ജാമ്യം എടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അറസ്റ്റ് പോലുള്ള മറ്റു നടപടികൾ ഇനി ഉണ്ടാവില്ല. നിയമം അതിൻ്റെ വഴിയിലൂടെ തന്നെ വിചാരണ ആ വഴിയിലൂടെ തന്നെ ഇനി മുന്നോട്ട് പോകും. പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഈ നടപടികൾ ഒരുപക്ഷെ ഒരു കേസിലെ പ്രതി എന്നുകൂടി പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ എതിരാളികൾക്ക് പ്രചരണം നടത്താൻ ഗുണകരമാകുമെന്ന് നമുക്ക് കരുതാം കേട്ടോ. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മാധ്യമപ്രവർത്തകരെ അപമാനിച്ചെന്ന കേസിലാണ് നടനും BJP നേതാവുമായ സുരേഷ് ഗോപിക്കെതിരെ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. വ്യാജ ലഹരി കേസിൽ നിരപരാധി എന്ന് തെളിഞ്ഞിട്ടും തൃശൂർ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി നിയമ പോരാട്ടം തുടരുകയാണ്. നഷ്ടപരിഹാരം തേടി ഷീല ഹൈക്കോടതിയിൽ ഹർജി നൽകി. സംഭവത്തിൽ ചീഫ് സെക്രട്ടറിയും എക്സൈസ് കമ്മീഷണറും കൃത്യമായ മറുപടി നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷീല സണ്ണി 72 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് ഗുരുതരമെന്നാണ് ഹൈക്കോടതി പരാമർശിച്ചത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ആജ്ഞ, നമുക്കറിയാം ഈ ഷീല സണ്ണിയുടെ പോരാട്ടം, നിയമ പോരാട്ടം, നിരപരാധിയായി, അതായത് വ്യാജ ലഹരി കേസിൽ കുടുങ്ങി 72 ദിവസം ഒരു സ്ത്രീക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത് നമ്മുടെ നാട്ടിലാണ്, കേരളത്തിലാണ്. അവർ പിന്നീട് അതിനെയൊക്കെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു, നിയമ പോരാട്ടവുമായി മുന്നോട്ട് വരുന്നു. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. എന്താണ് അവരുടെ ഈ പരാതിയിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ ഹർജിയിൽ ഉള്ളടക്കം? ടോം, ചാലക്കുടിയിലെ ഒരു ബ്യൂട്ടി പാർലർ ഉടമസ്ഥയായ ഷീല സണ്ണിയെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 27-നാണ് അറസ്റ്റ് ചെയ്തത്. അത് ബാഗിനുള്ളിലും സ്കൂട്ടറിലും LSD സ്റ്റാമ്പുകൾ ഒളിപ്പിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടിയിലേക്ക് എക്സൈസ് പോയത്. എന്നാൽ ഇതൊരു സന്ദേശത്തെ തുടർന്നാണെന്നും സർക്കിൾ ഓഫീസിലേക്ക് ലഭിച്ച ഒരു സന്ദേശത്തെ തുടർന്നാണെന്നും തുടർന്ന് എക്സൈസ് ഇതിൽ ഇടപെടുകയാണെന്നും എന്നാൽ ഇവരുടെ ബാഗിൽ നിന്ന് കണ്ടെത്തിയ LSD സ്റ്റാമ്പുകൾ പിന്നീട് നടന്ന രാസപരിശോധനയിൽ അത് ലഹരി മരുന്നുകളല്ല എന്ന് കണ്ടെത്തിയിരുന്നു. എന്നിട്ട് പോലും 72 ദിവസമാണ് ഷീല സണ്ണിക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഗുരുതര വീഴ്ചയായിട്ട് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഇങ്ങനത്തെയുള്ള സാഹചര്യത്തിൽ എന്ത് നടപടിയാണ് എക്സൈസ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്, ഇതിന് എന്ത് നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന ചോദ്യം ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആണ് ഈ ചോദ്യം ഉന്നയിച്ചത്. അതേസമയം തന്നെ സർക്കാരും എക്സൈസ് കമ്മീഷണറും, അതായത് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ മുതലുള്ള 4 പേരാണ് ഇതിലെ പ്രധാന കക്ഷികൾ, ഈ കേസിലെ പ്രധാന കക്ഷികൾ. അവരിതിന് കൃത്യമായ ഉത്തരം തരണം, സമഗ്രമായ ഉത്തരം തരണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതുപോലെ ഇരിങ്ങാലക്കുടയിലെ എക്സൈസ് ഓഫീസിനും ഇതിൽ ചെറുതല്ലാത്ത ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒരു സ്ത്രീയെ ഒരു കാരണവുമില്ലാതെ, അതായത് തെളിവില്ലാത്ത ഒരു കാരണവുമില്ലാതെ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുണ്ടായ ഒരു കേസിലാണ് 72 ദിവസം ഒരു സ്ത്രീ, നിരപരാധിയായ ഒരു സ്ത്രീ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത്. അതേ തുടർന്നാണ് തന്നെ മനഃപൂർവ്വം കൊടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ എക്സൈസിനും പോലീസിനും തന്നോട് മനഃപൂർവ്വം ഉണ്ടായ വൈരാഗ്യത്തിൻ്റെ പേരിലാണ് മനഃപൂർവ്വം തന്നെ കൊടുക്കുകയായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ നഷ്ടപരിഹാരത്തിന് ഷീല സണ്ണി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ കേസ് ഉണ്ടായത്, ആരാണ് തനിക്കെതിരെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയത് എന്ന് തനിക്ക് കൃത്യമായി അറിയണമെന്ന് ചൂണ്ടിക്കാട്ടി ഷീല സണ്ണി പരാതി നൽകുകയുണ്ടായി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ സഹായത്തോടൊടുവിൽ എക്സൈസ് തന്നെ മുൻകൈയെടുത്ത് കണ്ടെത്തുകയും ഉണ്ടായത് തൃപ്പൂണിത്തുറ ഏരൂർ സ്വദേശി നാരായണദാസ് എന്ന് പറയുന്ന 52-കാരനാണ് ഈ ഒരു സന്ദേശം എക്സൈസിന് നൽകിയതെന്ന് കണ്ടെത്തുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഷീല സണ്ണിയുടെ മരുമകളുടെ സുഹൃത്തായ ലിവ്യയുടെ സുഹൃത്താണ് ഈ നാരായണദാസ് എന്ന് കണ്ടെത്തിയിട്ടുണ്ടായി. ഇയാളെ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ടെങ്കിൽ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരു ആരോപണത്തിൻ്റെ പേരിൽ നടത്തിയ പരിശോധനയിൽ ഇവരുടെ ബാഗിനുള്ളിലും സ്കൂട്ടറിനും LSD സ്റ്റാമ്പുകൾക്ക് സമാനമായ ഒരു വസ്തു കണ്ടെത്തുകയും അതേ തുടർന്ന് അത്
കൂടുതൽ പരിശോധന നടത്താതെ എക്സൈസ് ഇങ്ങനെ ഇവരെ പെട്ടെന്ന് ജയിലിലേക്ക് അടയ്ക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഇവരുടെ നേരെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ വസ്തുത പോലും പരിശോധിക്കാതെ പ്രത്യേകിച്ചും ഒരു സമൂഹത്തിൽ ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു സംരംഭകയായിട്ടുള്ള ഷീലാ സന്നിയെ പോലെ ഒരു വീട്ടമ്മയെ ഒരു കള്ളക്കേസിൽ കൊടുക്കുമ്പോൾ അതിനകത്ത് മറുപടി പറയാൻ ഉത്തരവാദിത്വം എക്സൈസ് തന്നെയാണ്. എക്സൈസും ഈ കേസിൽ പ്രതിക്കൂട്ടിലാണ്. അവർക്കെതിരെ കൂടി നടപടി വേണ്ടതില്ല. അതോടൊപ്പം നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചു ആരാണ് ഈ കേസ്, ഈ ഷീലാ സണ്ണിയെ കള്ളക്കേസിൽ വ്യാജ ലഹരി കേസിൽ കുടുക്കിയതുമായി ബന്ധപ്പെട്ട് തൃപ്പൂണിത്തുറ സ്വദേശിയെ പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, എക്സൈസിന് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കേണ്ടതല്ലേ, അന്വേഷിക്കേണ്ടതല്ലേ ആജ്ഞ? അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഷീലാ സണ്ണി കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. എക്സൈസിന് തന്നോടൊന്ന് മനഃപൂർവ്വമായി ഇത്തരത്തിൽ തന്നെ കൊടുക്കണമെന്നുള്ള ഒരു ധാരണയിൽ എക്സൈസ് എത്തുകയും അതുകൊണ്ട് തന്നെയാണ് ഈ LSD സ്റ്റാമ്പ് എന്ന് വിചാരിച്ച് ബാഗിൽ നിന്ന് കണ്ടെത്തിയ വസ്തു രാസപരിശോധനയ്ക്ക് അയക്കാൻ വൈകിയതും അതിൻ്റെ പരിശോധനാ ഫലം വന്നതിന് ശേഷവും ഷീലാ സണ്ണിക്ക് 72 ദിവസവും ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന ഗുരുതരമായ വീഴ്ചയായി കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇങ്ങനെ നിരപരാധിയായ ഒരു സ്ത്രീയെ അവരുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും അത്തരം ഒരു ഇതിന് മുൻതൂക്കം കൊടുക്കാതെ എന്തിനാണ് എക്സൈസ് അങ്ങനെ നടപടിയെടുത്തതെന്ന് ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് സമഗ്രമായ മറുപടി തന്നെ സർക്കാരും ഇതിൽ ഉത്തരവാദിയാണ്. ചീഫ് സെക്രട്ടറിക്കും എക്സൈസ് കമ്മീഷണർക്കുമാണ് ഇപ്പോൾ ഹൈക്കോടതി ഇതിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സമഗ്രമായ മറുപടി തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നൽകേണ്ടതുണ്ട്. ഈ എക്സൈസ് കമ്മീഷൻ ഉൾപ്പെടെ സർക്കാരും എക്സൈസ് കമ്മീഷണറും അഡീഷണൽ എക്സൈസ് കമ്മീഷണറും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും ഉൾപ്പെടെയുള്ള 4 പേരാണ് ഇതിൽ പ്രധാന കക്ഷികൾ. ഈ പ്രധാന കക്ഷി 4 പേർക്ക് തന്നെയാണ് 4 പേരോട് തന്നെയാണ് ഹൈക്കോടതി ഇതിനുള്ള ഉത്തരവും ചോദ്യവും ചോദിച്ചിട്ടുള്ളത്. ഇതിനുള്ള കൃത്യമായി എന്താണ് സംഭവിച്ചത്? രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വ്യാജ ലഹരി കേസിലാണ് തൃശൂർ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാ സണ്ണി നഷ്ടപരിഹാരം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. സംഭവത്തിൽ ചീഫ് സെക്രട്ടറിയും എക്സൈസ് കമ്മീഷണറും കൃത്യമായ മറുപടി നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. മറുപടി നൽകണം.